ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നമ്മുടെ RRB ALP 2025 CN 1/2025 ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ ഇപ്പം പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. ഡേറ്റ് ഓഫ് ഇൻഡിക്കേറ്റീവ് നോട്ടീസ് 29 മാർച്ച് 29 ഓൾറെഡി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഓപ്പണിംഗ് ഡേറ്റ് 12, നാളെ തൊട്ടാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. ലാസ്റ്റ് ഡേറ്റ് മെയ് 11 ലാസ്റ്റ് ഡേറ്റ് ഫോർ അപ്ലിക്കേഷൻ ഫീ പേയ്മെന്റ് മെയ് 13. അതേപോലെ നിങ്ങൾ എന്തെങ്കിലും കറക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായത് നിങ്ങളിപ്പം പ്രിഫറൻസ് കൊടുക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, അതായത് നമ്മുടെ ചൂസൺ RRBയും അതേപോലെ എന്താ പറയണ്ടേ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും അധികം കൊടുക്കുന്ന ബേസിക് ഡീറ്റെയിൽസ് അതൊന്നും നമുക്ക് അവിടെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതല്ലാത്ത ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അവിടെ ചേഞ്ച് ചെയ്യാനുള്ള വിൻഡോ ഉണ്ട് 14 തൊട്ട് മെയ് 23 വരെ. അപ്പം RRB ALP 19 ഇനീഷ്യൽ പേ വരുന്നുണ്ട്. ആ A1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. 18 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. കഴിഞ്ഞ പ്രാവശ്യം 33 വയസ്സ് വരെ ഉണ്ടായിരുന്നു. അതെ, കോവിഡ് കാരണമുള്ള ഏജ് റിലാക്സേഷൻ 3 ഇയേഴ്സ് കൊടുത്തതാണ്. അത് ഇപ്രാവശ്യം അവർ വീണ്ടും അത് ഒഴിവാക്കിയിട്ടുണ്ട്. 9970 വേക്കൻസീസ് ആണ് ഉള്ളത്. അപ്പൊ ഇതിൽ കുറച്ചും കൂടി റിവിഷൻ ആണ് ഒന്നും കൂടി വരണം. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വരാം. ഇവിടെ എന്താ കുറച്ച് വേക്കൻസീസിന്റെ അവരുടെ റിവിഷൻ വരണം, അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പൊ ഇത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ സോൺ വൈസ് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അതിലേക്കൊക്കെ പോവാം. എലിജിബിലിറ്റി എന്ന് പറയുന്നത് IT ആണ്. ഓക്കെ, അത് നമുക്ക് ആ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് നോക്കാം. IT അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ BTech. ഓക്കെ, അതൊക്കെ എന്താ എലിജിബിലിറ്റി ആയിട്ട് പറയുന്നുണ്ട്. IT ഇൻ ഇലക്ട്രീഷ്യൻ, IT ഇൻ വയർമാൻ, ഓക്കെ, അതേപോലെ IT ഇൻ ഇലക്ട്രോണിക്സ് മെക്കാനിക്, അതൊക്കെയാണ് എന്ത് ചെയ്തേക്കുന്നത് എലിജിബിലിറ്റി ആയിട്ട് പറയുന്നത്. മെഡിക്കൽ ഫിറ്റ്നസ് A1 ആയിരിക്കണം. ഏജ് 18 തൊട്ട് 30 വയസ്സ് വരെ ആയിരിക്കണം ഏജ് ലിമിറ്റ്. ഓക്കെ, അതാണ് മെയിൻ ആയിട്ട് പറയുന്ന ഡീറ്റെയിൽസ്. ഓക്കെ, നമുക്ക് ഇനി ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ A1 എന്ന് പറഞ്ഞു. അപ്പൊ A1 എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഡിസ്റ്റന്റ് വിഷൻ 6x6, 6x6 വിത്തൗട്ട് ഗ്ലാസസ്, വിത്ത് ഫോഗിൻ ടെസ്റ്റ്, റെയിൽവേയുടെ A1 സ്റ്റാൻഡേർഡ് മെഡിക്കൽ ടെസ്റ്റ് കുറച്ചധികം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നിയർ വിഷൻ 0.6 വിത്തൗട്ട് ഗ്ലാസ് ആൻഡ് മസ്റ്റ് പാസ് ദ ടെസ്റ്റ് ഓഫ് കളർ വിഷൻ, ബൈനോക്കുലർ വിഷൻ, ഫീൽഡ് ഓഫ് വിഷൻ, നൈറ്റ് വിഷൻ, മീസോപ്പിക് വിഷൻ എക്സെട്ര. അതൊക്കെ എന്ത് ഫിസിക്കലി നിങ്ങൾ എന്ത് ചെയ്യണം, ഫിറ്റ് ആയിരിക്കണം, പാസ് ആവണം. ഓക്കെ, ഏജ് ലിമിറ്റ് 18 തൊട്ട് 30 വയസ്സ് വരെയാണ്. OBC-ക്ക് 3, SC-ക്ക് 5, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏജ് റിലാക്സേഷൻ അവിടെ അപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് പറയുമ്പോൾ 2/7/1995 മുന്നേ ജനിച്ചവർക്ക് എന്ത് അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. അതുപോലെ OBC ആകുമ്പോൾ 2/7/1992 മുന്നേ ജനിച്ചവർക്ക് അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. SC/ST ആകുമ്പോൾ 2/7/1990 ശേഷം 90 മുന്നേ ജനിച്ചവർക്ക് എന്ത് അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. അതുപോലെ 2007 1/7/2007 ശേഷം ജനിച്ചവർക്ക് എന്ത് അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, ആപ്ലിക്കേഷൻ ഫീ പറഞ്ഞേക്കുന്നത് 500 ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 400 രൂപ എന്ത് ചെയ്യാം നിങ്ങൾക്ക് അവിടെ റീഫണ്ട് ചെയ്യുന്നുണ്ടോ. ഫസ്റ്റ് സ്റ്റേജ് CBT നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 400 രൂപ നിങ്ങൾ അവിടെ റീഫണ്ട് ആയിട്ട് വരുന്നുണ്ടോ. അതേപോലെ SC/ST ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 250 രൂപയാണ് ഞങ്ങൾ ആപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ടാവുക. നിങ്ങൾ CBT കൊണ്ട് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ 250 രൂപ എന്താ നിങ്ങൾക്ക് അവിടെ റീഫണ്ട് തരുന്നുണ്ടാവും. അത്രയാണ് മെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. EWSന്റെ കാര്യങ്ങളും അതുപോലെ റിസർവേഷനും അതിന്റെ ക്രൈറ്റീരിയാസും ഒക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ തഹസിൽദാർ ഇഷ്യൂ ചെയ്യുന്ന, അതായത് സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന് വേണ്ടി തഹസിൽദാർ ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്താൽ മതി, കിട്ടിയാൽ മതി. ഓക്കെ, അത് ഈ ഒരു ഫോർമാറ്റ് തന്നെ വേണം നിർബന്ധമില്ല. പക്ഷേ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ്, ഈ ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന് വേണ്ടിയിട്ടാണ്, സെൻട്രൽ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിൽ എന്താ തഹസിൽദാറിന്റെ സൈഡിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മതി. റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറയുമ്പോൾ CBT 1 ഉണ്ടാവും, CBT 2 ഉണ്ടാവും, CBAT ഉണ്ടാവും, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ. ഇതാണ് എന്തിരിക്കുന്ന റിക്രൂട്ട്മെന്റ് പ്രോസസ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോ പാറ്റേണും സിലബസും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. എന്നാലും നമ്മൾ പറയുകയാണ് CBT 1 എന്ന് വെച്ച് കഴിയുമ്പോൾ 60 മിനിറ്റും 75 ക്വസ്റ്റ്യൻസും ആയിരിക്കും ഉണ്ടാവാം, 75 മാർക്കും. 1/3 എന്ത് നെഗറ്റീവ് മാർക്കിംഗ് ആയിട്ട് ഉണ്ടാവും. അപ്പൊ അതിന്റെ സിലബസ് പറഞ്ഞാൽ മാത്സ്, മെന്റൽ എബിലിറ്റി, ജനറൽ സയൻസ്, ജനറൽ അവയർനെസ്. ഇപ്പൊ CBT 2ന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ പാർട്ട് Aയും പാർട്ട് Bയും ഉണ്ട്. പാർട്ട് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നോൺ ടെക്നിക്കൽ തന്നെയാണ്. പാർട്ട് B എന്ന് വെച്ചാൽ ടെക്നിക്കൽ ആണ്. ടെക്നിക്കൽ എന്ന് പറയുന്നത് ജസ്റ്റ് ക്വാളിഫൈങ് നേച്ചർ ആണ്. ഓക്കെ, 35% മാർക്ക് മതിയാവും. ജസ്റ്റ് ക്വാളിഫൈങ് നേച്ചർ ആണ് പാർട്ട് B. പാർട്ട് Aയില് നോക്കിയിട്ട് മാത്രം എന്ത് ചെയ്യുള്ളൂ, അവരുടെ റാങ്ക് ഡിസൈഡ് ചെയ്യുന്നുണ്ടാവുള്ളൂ. പാർട്ട് Aയില് മാത്സ്, ജനറൽ ഇന്റലിജൻസ്, റീസണിങ്, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഓക്കെ, അപ്പൊ ഇതാണ് വരുന്നത്. പാർട്ട് Bയുടെ കേസിൽ ഇപ്പം കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രേഡ് ബേസ് ആയിട്ടാണ് ഉണ്ടാവുക. എത്രയും ട്രേഡുകളാണ് ഉള്ളത്. ഓക്കെ, പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, പിന്നെ എന്താ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, പിന്നെയാണ് എന്ത് ചെയ്യുന്നത് മെഡിക്കൽ എക്സാമിനേഷൻ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയിപ്പോ വേക്കൻസീസ് ആണ് ഇനിയിപ്പോ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്. അതിലേക്ക് നമുക്ക് പോവാം. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളവിടെ സൈനും അതേപോലെ
ഫോട്ടോയും ഒക്കെ എന്താ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കാം. ഇതാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞേക്കുന്നത്. മെട്രിക്കുലേഷൻ ഓഫ് SLC പ്ലസ് ITI ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് NCVT SCVT ഇൻ ദ ട്രേഡ്സ് ഓഫ് ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെന്റ് മെക്കാനിക് അതൊക്കെ വരും. അല്ലെങ്കിൽ എന്താ SLC പ്ലസ് കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രന്റീസ്ഷിപ്പ് ഇൻ ദ ട്രേഡ്സ് ഓഫ് മെൻഷൻ അബോ. അതല്ലെങ്കിലോ മെട്രിക്കുലേഷൻ പ്ലസ് 3 years ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ. പിന്നെന്താ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ ആസ് വെൽ ആസ് അബോ വിൽ ഓൾസോ ബി അക്സെപ്റ്റബിൾ. ബിടെക് എന്താ എലിജിബിൾ ആണ്. ഓക്കെ. ഇനിയിപ്പോ നമ്മളിപ്പോ സോൺ വൈസ് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്നുണ്ടാവുക എവിടെ? അഹമ്മദാബാദിൽ അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ അല്ലെ. അപ്പോൾ ടോട്ടൽ 223, 74, 37, 130, 33, ടോട്ടൽ എക്സ് സർവീസ് 50, ടോട്ടൽ 497 വേക്കൻസി ആണുള്ളത്. വെസ്റ്റേൺ റെയിൽവേയുടെ അണ്ടറിൽ വരുന്നതാണ് അഹമ്മദാബാദ്. ഇനിയിപ്പം ഇതിലേക്ക് ബാംഗ്ലൂരിന്റെ ഡീറ്റെയിൽസ് അവരവിടെ പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ബാംഗ്ലൂര് ഇതിലെന്താ ആഡ് ആക്കിയിട്ടില്ല. ബാംഗ്ലൂരു എന്ത് ചെയ്യില്ല, ഇതിൽ ആഡ് ആക്കിയില്ല. എനിക്ക് തോന്നുന്നു അവിടെ റിവിഷൻ വീണ്ടും വരാൻ സാധ്യതയുണ്ട്. ബാംഗ്ലൂരുടെ ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടില്ല. പിന്നെ ചെന്നൈയുടെ കേസിൽ വരുവാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 362 വേക്കൻസീസ് ആണ് ഉള്ളത്. ചെന്നൈയിൽ 362. ഓക്കെ. പിന്നെ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്നുണ്ടാവും മുംബൈയിലായിരിക്കും. മുംബൈയിൽ ഇപ്പം സൗത്ത് സെൻട്രൽ ഉണ്ട്, സെൻട്രൽ ഉണ്ട്, വെസ്റ്റേൺ റെയിൽവേ. അപ്പൊ 22, 376, 342 എന്നുള്ള രീതിയിലാണ് മുംബൈ സോണിൽ ഉള്ളത്. ഇനിയിപ്പം കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സെക്കന്ദരാബാദും കൊടുക്കുന്നുണ്ടാവും. 967 SARലും ECORലും 533 വേക്കൻസിയാണ് ഉള്ളത്. തിരുവനന്തപുരം സോണാണെങ്കിൽ 148 ഉള്ളത്. ടോട്ടൽ 9,970 വേക്കൻസീസ്. എനിക്ക് തോന്നുന്നു ഇവിടെ വേക്കൻസി റിവിഷൻ വരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വെച്ചാൽ അവിടെ ബാംഗ്ലൂർ സോണിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതാണ് എന്താ പറയുക ഫോർമാറ്റ് ഓഫ് സർട്ടിഫിക്കറ്റ്സിന്റെ കാര്യം. OBCയുടെ കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ഈ ഒരു രീതിയിൽ തന്നെ എന്താ പറഞ്ഞിട്ട് വാങ്ങിച്ചാൽ മതി. അതായത് നമ്മുടെ തഹസിൽദാറിനെ ഇഷ്യൂ ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എനിവേ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സിലബസിന്റെ ഒക്കെ ഡീറ്റെയിൽ ഡിസ്കഷൻ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ. ഓക്കെ എന്നാൽ താങ്ക് യു.